നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ വീണ്ടും കളിക്കാനിറങ്ങുകയാണ്. എതിരാളികൾ ചെന്നൈയിൻ എഫ് സിയാണ്. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളിയുള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഡേവിഡ് കാറ്റല ഇന്ന് പറഞ്ഞത്, താരങ്ങൾക്കൊപ്പം അവർക്ക് റൈറ്റ് എൻവയോൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അവരെ പോസിറ്റീവാക്കി മോട്ടിവേറ്റഡായി നിലനിർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നാളത്തെ കളിക്ക് അവർ റെഡിയാണ്, സജ്ജരാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇതൊക്കെ എത്ര കേട്ടതാണ്. റെഡിയാണ്, സജ്ജരാണ്. ദി പ്ലെയേഴ്സ് ആർ ഗെറ്റിംഗ് റെഡി ഫോർ ടുമാറോ. നാളത്തെ കളിക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ക്രിയേറ്റഡ് റൈറ്റ് എൻവയോൺമെൻറ്റ് അറൗണ്ട് ദം ടു സ്റ്റേ പോസിറ്റീവ് ആൻഡ് മോട്ടിവേറ്റഡ്. 3 കളി പൊട്ടിയിട്ട് ഇനിയിപ്പോൾ പോസിറ്റീവ് മോട്ടിവേറ്റഡ് ആയിടോ. എങ്ങനെയെങ്കിലും നാളത്തെ കളി ജയിക്കണം. ഇനിയും തോറ്റാൽ ലീഗിൽ നിലനിൽപ്പുണ്ടാവില്ല. എങ്ങനെയെങ്കിലും ജയിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് പറയാനുള്ളൂ. ഇപ്പോൾ വലിയ പ്രതീക്ഷയില്ല, പക്ഷേ ഇനി നിരാശരാക്കരുത്. അതായത് നാളത്തെ കളിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരങ്ങളിൽ ഒരാളുണ്ടാവില്ല എന്ന് അദ്ദേഹം കൺഫേം ചെയ്തിട്ടുണ്ട്. അത് മറ്റാരുമല്ല, കോറുവാണ്. കോറുവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. സോ പ്രോബബ്ലി വോണ്ട് ബി അവൈലബിൾ ടുമാറോ എന്ന് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോറും ഉണ്ടാവില്ല. അതേസമയം അദ്ദേഹം ടീമിൻ്റെ കാര്യത്തിൽ പറയുന്നത്, എല്ലാ ദിവസവും ടീം നന്നായിട്ട് ട്രെയിനിങ് നടത്തുന്നുണ്ട്, താരങ്ങൾ നല്ല രൂപത്തിൽ സ്വയം പുഷ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്, ബെറ്റർ ആൻഡ് ബെറ്റർ, ഓരോ ആഴ്ച കഴിയും തോറും കൂടുതൽ ബെറ്റർ ആയിട്ട് വരുമെന്ന്. എനർജി ഓഫ് ദി ടീം ആൻഡ് പ്ലേയേഴ്സ് ആർ ഹ്യൂജ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ബെറ്ററായി ഓരോ ആഴ്ച കഴിയുമ്പോഴേക്കും ഇവിടെ ലീഗ് കഴിയും. അത് മാത്രമേ പ്രശ്നമുള്ളൂ. ആകെ 13 കളിയുള്ളൂ. ഏതായാലും അദ്ദേഹം പറയുന്നു, ഇൻ ഒഫെൻസീവ് ഇൻ വൺ വേ ഓർ അതർ ഗോൾസ് വിൽ അറൈവ്. എങ്ങനെയെങ്കിലും ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ ഗോൾ വരും. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഡിഫൻസ് സ്ട്രോങ് ആക്കണം, അത് ഇമ്പ്രൂവ് ചെയ്യണം. ആ ഒരു ആസ്പെക്റ്റിൽ എന്തായാലും ഒരു ടീം എന്ന നിലയിൽ കൂടുതൽ കോമ്പാക്റ്റ് ആവണം എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിങ്ങനെ കുറേ ആയിട്ട് പറയുന്നുണ്ട്. റിസൾട്ട് കളിയിൽ കണ്ടാൽ മതിയായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.